നർച്ചിയാ നമ്മളെ എന്തോ പറയുന്നത് പറഞ്ഞ നർച്ചിയ പറയടി അവൾക്ക് നാണമാവുന്നു ഗൈസ്. ഇല്ല കളിയാക്കി വരണോ? ഓളെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു യൂട്യൂബറാണ്. ഞാൻ വന്ന സ്ഥിതിക്ക് കുറച്ച് കറണ്ട് ഹോൾസെയിലായിട്ട് വാങ്ങിട്ട് കുട്ടാളെ കൊണ്ടുപോയി വിൽക്കാനാണ് കുഞ്ഞാവ പറയുന്നത്. കുഞ്ഞാവ കിട്ടുവോ? കവർ എടുത്തിക്കില്ല, നമുക്ക് ഡിക്കിയിൽ വെച്ചാ പോരെ? ഡിക്കി കയറ്റിയല്ലോ അല്ലെ? എന്ത് ചെയ്യും? കാറിന്റെ മുകളിൽ വെച്ചാലോ? KCB എടുക്കല്ലേ, നമ്മളല്ലാണ്ട് വെക്കേണ്ടി വരുമോ? വീഡിയോയിൽ വെച്ചാൽ മതി. അത് സെയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും കുഞ്ഞാവന്റെ നമ്പർ താഴെ കൊടുക്കും. അല്ല അതല്ല, പിന്നെ കുഞ്ഞാവന്റെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കാം. എല്ലാവരും കറണ്ട് വേണമെങ്കിൽ കുഞ്ഞാവന് ബന്ധപ്പെട്ടതാണ്. കൊക്കോക്കായി നമുക്കല്ലേ അടുത്ത ചായ കുടിക്കാം. ആദ്യം ചായ കുടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കേറാനാവും. എന്തായാലും നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കുന്നതിന് ചായ തന്നെ കൊക്കോ ഉണ്ട്. അവിടുന്ന് ചുക്കം കിട്ടുന്നതാണ്. അടിപൊളിയല്ലേ അർഷ്യ? എനിക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ടീംസിന്റെ കൂടെ മാത്രമേ പോകുന്നുള്ളവരുടെ അതിതീവ്രമായ പരാതിക്കൊടുവിലാണ് ഗൈസ് ഞാൻ പരാതിയല്ല, ഓ സന്തോഷം പ്രകടമാക്കിയാന്നല്ലേ. മുത്തേ പാട്ട് നോക്കി കോപ്പിറൈറ്റ് വരും. പാട്ട് നോക്ക് പാട്ടോ. നമ്മളെ ഇവിടെ നല്ല കോഫി കിട്ടൂലേ? നല്ലൊരു എന്തൊക്കെ മസാല കോഫിയാണ് ഞാൻ അന്ന് കഴിച്ചത്. ഞാനും ഞങ്ങളെ എൻ്റെ ടീമും ഞാനും പുതിയ ട്രിപ്പ് പോകുന്നുണ്ട്. അല്ല ചായ കുടിക്കുന്നില്ലേ? ഓ എനിക്ക് ഇപ്പം ചായ വേണ്ടി വരുമ്പോ അതാണ് കുടിക്കുന്നത് ഗൈസ്. ഞാനും എൻ്റെ ടീംസും പുതിയ ട്രിപ്പ് പോകുന്നുണ്ട്. കാശ്മീർ, ഡൽഹി. ആരെ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഗൈസ്? അർഷിയുണ്ടോ? അർഷിയുണ്ട്. കുഞ്ഞാവുണ്ട് എൻ്റെ ടീമിന്റെ പോരോ? എടാ സമയമായി കുഞ്ഞാവില്ലാന്നാണ് പറയുന്നത്. ഞങ്ങള് കുറെ കാലമായി ഞാനും ഞങ്ങളെ ടീമും ഡൽഹി, കാശ്മീർ, പിന്നെ ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയിട്ട് എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. പ്ലാനിങ് ആണ് ഫുൾ. നമ്മൾ ഇന്ന് ടിക്കറ്റ് എടുക്കണം. വിദേശികൾക്ക് 110. എന്ത് ചെയ്യാൻ മല്ലേ നമ്മളിങ്ങനെ. ടീമിനെ വിളിച്ച് വെറുതെ കൊക്ക ഉണ്ടാക്കുക. ഇതിനാണ് കൊക്ക എന്ന് പറയുന്നത്. ഇവിടെ റേഞ്ച് ഇല്ലാത്തതിനെ കൊണ്ട് കിട്ടുന്നില്ല. ഹർഷിയ എന്താണ് ഇതിനെ കുറിച്ച് രണ്ട് അഭിപ്രായം പറയും? ഹർഷിക്ക് ഇച്ചിരി മാത്രമേ ഉള്ളൂ ഗൈസ്. വന്നേ അത് ഒറിജിനൽ ആണോന്ന് അറിയണ്ടിട്ട് ഗൂഗിളിലൊക്കെ സെറ്റ് ആവോല് പറയുന്നു. സംഭവം കക്കനാളെ വീടിന്റെ അടുത്താണെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അല്ലേ ഹർഷിയോ? ഒരു ദിവസം നമ്മൾ ഇവിടെ ഗേറ്റിന്റെ അടുത്തിട്ട് വന്ന് പക്ഷെങ്കിൽ വന്ന് എന്തെങ്കിലും പ്രശ്നോ? ആ പുലി ഇറങ്ങിയാന്നോ പറ്റി? അല്ല മഴ പെയ്തതിനെ കൊണ്ട് ഓറഞ്ച് അലേർട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയി. ഇനിയിപ്പോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ അവസ്ഥ നോക്കാം ഗൈസ്. ഇവിടെ ബോട്ടിംഗ് ഇല്ല. കക്കയത്തിനെ പറ്റി 2 വാക്ക്. വാക്കുകളില്ലാത്ത കക്ക. നല്ല കോടുണ്ട്. പക്ഷെങ്കിൽ ഫോണിൽ അത്രത്തോളം കാണാൻ പറ്റുന്നില്ല. അന്ന് തന്നെ കാണും. സിനിമക്ക് പോകാനുണ്ടായാലും ഞാനാണെങ്കിൽ ഇതൊക്കെ മിസ് ചെയ്യില്ലായിരുന്നു. രക്ഷയില്ല കേട്ടോ. ഇവിടെ വരാൻ വൈകിപ്പോയി.
കുഞ്ഞാവേ മഴ പെയ്യുന്നുണ്ടല്ലോടാ. പ്രശ്നം നടക്കുന്നുണ്ട്. ഞാൻ ഓടിപ്പോയി നോക്കുകയാണ് എന്താണ് പ്രശ്നം എന്ന്. വീണ്ടും പണിവാളി. അല്ലെങ്കിലും സ്ഥലത്തെ ക്ഷാമം ഞങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. മഴ പെയ്യുന്നുണ്ട്. കോട കാരണം ബോട്ട് സർവീസ് നിർത്തി വെച്ചിരിക്കുന്നു. ബേക്കിലിരിക്കാം. അപ്പൊ നമ്മൾ വെറുതെ ഇതിലൂടെ ഇങ്ങനെ നടക്കുക. അട്ടുണ്ടാവെന്ന് പറയുന്നുണ്ട്. അട്ടുണ്ടോ മുത്തേ? ഞാൻ ഇന്ന് അട്ടത്തിരെ കടിച്ചിട്ടില്ല, കണ്ടിക്ക്. നീ ഇന്ന് കടിക്കുമെന്ന് അറിയാലോ. നോക്ക്, അടിപൊളി കോടാണ് കേട്ടോ, രക്ഷയില്ല, അടിപൊളി. ഫോട്ടോത്തിൽ കാണുന്നതിനെക്കാട്ടും രസമുണ്ട് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും. ഒരു അടി ഉണ്ടാക്കി വരികയാണ്. എന്തിനെ പറ്റിയായിരുന്നു മുത്തേ അടി ഉണ്ടായത്? എന്നെ കോടനെയും കാണുന്നില്ല. 50 രൂപ വെച്ചിട്ട് പെർ ഹെഡ് താഴെ വരുമ്പോ റോഡും വന്ന് ഗവൺമെന്റിന്റെ ഒരു ടീം 50 രൂപ. ഇവിടെ നമുക്ക് വേറെ എൻട്രൻസ് ഫീസ് ഉണ്ടല്ലോ 20 രൂപ. അത് പിന്നെ ഇത് KSE അതെന്താ വൈൽഡ് ലൈഫ് KSE നമ്മളെ റോഡ് കൂടിയല്ലേ അതിന് പൈസ കൊടുക്കണം. എന്ത് കഥ? അങ്ങനെയായിരുന്നു ഗൈസ് അടി ഉണ്ടായത്. പക്ഷേ നമ്മൾ കോട കാരണം നമുക്ക് ബോട്ട് സർവീസ് പോകാൻ പറ്റുന്നില്ല. കോട ഉണ്ടെങ്കിലൊന്നും കാണാൻ പറ്റില്ല. വെള്ളത്തിലേക്ക് എടുത്തേ. എനിക്ക് നീന്താൻ അറിയില്ല. എടുത്ത വെള്ളത്തിലേക്ക് ഞാൻ പറയാം. നമ്മളിപ്പോ വീടിന്റെ തൊട്ടടുത്തൊന്നും പറയാനില്ല. ഇവിടെ നിന്ന് ശരിയാ. ഇവിടെ റെഡിക്കുള്ള മുഖങ്ങൾ ഇതുവരെ മുഖം കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഇവിടെ മുഖം. ഫുൾ ടൈം ചിളി 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 ഇതന്നെ. ബാക്കിയുള്ള ഓള അഭിനയ. ഇത് ഞങ്ങൾ തൊട്ടടുത്തല്ല കുറച്ച് പേരുണ്ട്. എന്നാലും അടുത്ത് തന്നെ പറയാം. നമ്മൾ വയനാട്ടിലൊക്കെ ഇങ്ങനെ കോട കാണാൻ പോയിരുന്നതിന് പകരം ഇങ്ങനെ നമുക്കിതാ ഇവിടെ ഈ കക്കയത്തേക്ക് വന്നാൽ നല്ല ഇതാ. അത് ഡാനി ദ ഫുഡി നല്ല പേജ് ഉണ്ട്. നല്ല ഫുഡിന്റെ ബ്ലോഗറാണ്. കറക്റ്റ് അതേ പറയുക. എന്തെങ്കിലും കുറവുണ്ടെന്നൊക്കെ ആവുകയാണെങ്കിൽ അവൻ പറഞ്ഞു തരും. അതാണ് ഡാനി ദ ഫുഡി. അക്കൗണ്ട് പബ്ലിക് അല്ല, പ്രൈവറ്റ് ആണ്. റിക്വസ്റ്റ് ചെയ്താൽ ഇന്നേതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, എന്താ അറിയാല. ഓക്കെ, ബട്ട് നല്ല ഒരു വ്ളോഗറാണ്. ഓക്കെ, ഇനി കക്ക എന്താ ഇതുവരെ കോടാണ്. അങ്ങോട്ട് കാണുന്നില്ല, മുന്നോട്ട് കാണുന്നില്ലല്ലോ. നിങ്ങളാരും കാണുന്നില്ല, അതുപോലെ തന്നെ ഞങ്ങളും കാണുന്നില്ല. ഞാനും ഇതാ റയാനുണ്ട് കേട്ടോ. റയാനുമാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ കക്കയം ഉറക്കുയി. നമ്മൾ പിന്നെ കക്ക ഒരു ഫേമസ് സ്ഥലമാണ്. ഇപ്പോഴത്തെ ന്യൂജൻ ടീമിന് അറിയാമെന്ന് അറിയില്ല. പക്ഷെങ്കിൽ രാജൻ കൊലക്കേസിൻ്റെ കക്കയം ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി പഴയ ഒരു സംഭവത്തിലാണ് നടന്നത്. ഓക്കെ, അതിനെപ്പറ്റി പറയാം. കക്കയം ഉറക്കുകയുണ്ട്, കക്കയം ഡാമുണ്ട്. എന്താ അറിയില്ല കേസ്, 20 രൂപ ഇലക്ട്രിസിറ്റിൻ്റെ ഫീസ് പെർ ഹെഡ് ഒലിഞ്ഞാളോട് വായിക്കാൻ. വളരെ സങ്കടമുണ്ട്, കലിപ്പുണ്ട്, എല്ലാ സംഭവമുണ്ട്. എന്താ വെച്ചാൽ ഒരാവശ്യമില്ലാണ്ട് താഴ്ന്ന ഒരാൾക്ക് 50 രൂപ വാങ്ങി, മുകളിലെത്തിയ 20 രൂപ വേറെ മോണല്ലേ. എന്താ വെച്ചാൽ കയറുന്ന ഒരു 2 മീറ്റർ KSE ഉണ്ടാവില്ലേ, ആ 2 മീറ്റർ കൂടി നടക്കണമെങ്കിൽ 20 രൂപ ആണെന്ന് അവർ പറഞ്ഞു. എന്താ ചെയ്യുക, രണ്ടും കേരള ഗവൺമെൻറ്റിൻ്റെതാണ്. ഫോറസ്റ്റ് ആണെങ്കിൽ KSE ആണെങ്കിൽ എന്നാലും പൈസ ഞങ്ങൾക്ക് പോയി. രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് KSE-കാരോട് തെറ്റ് ചെയ്ത് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അവർക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. കുഞ്ഞനെ അവള് നനപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും പ്രശ്നമല്ല. കുഞ്ഞൻ മനസ്സിടുന്നാൽ ഓക്കെ എവിടെയും പോകാലോ. ഓക്കെ, then see you guys. Signing with മുഹമ്മദ് വാസിദ് പാണ്ടിക്കശാല. എന്നെ പോയാ എന്റെ ട്രിപ്പൊക്കെ ക്യാൻസൽ ആകില്ലോ. എന്ത് ചെയ്യും? നാളത്തെ ഫിലിം കോടയൊക്കെ പോയി ഗൈസ്. ഇവിടെ പ്രവേശനമില്ല. JCB ഉണ്ട്, എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല അല്ലേ. ആ മങ്കി മങ്കിയോ ഇങ്ങോട്ട് വരൂല. ഇങ്ങോട്ട് വരാത്ത നോക്കുന്നു. പോയി മൂസിനെ വിളിച്ച് കൊക്കുണ്ടാക്കാണ്. നമ്മൾ
ഹർഷിക്ക് കൊക്കോ കൈ വേണമല്ലോ, പക്ഷെ ഞങ്ങൾ ചോദിച്ചില്ല. ആ സൈഡില് മാങ്ങക്ക് മധുരമല്ല, ചെറിയ ഉപ്പ് കുറവുണ്ട്, എന്നാലും അടിപൊളിയാണ്. അടിപൊളി പഴംപൊരി ആയിരുന്നു. പഴംപൊരി, അടിപൊളി കോഫി, പിന്നെ ഉപ്പിലിട്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ മാങ്ങക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ട്. വേറെ അടിപൊളി.